ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ആക്ച്വലി ലോങ് ഡേ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞ് ഞാനിങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു വന്നപ്പം എനിക്ക് കുറച്ച് സമയം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് വീട്ടിലേക്ക് പോവാം എന്ന് വിചാരിച്ചു. കാരണം നമ്മളെപ്പോഴും ഈ ഡ്യൂട്ടിയിൽ ഒത്തിരി ഓവർ സ്ട്രെസ്ഡ് ആയിരിക്കും, പല കാര്യങ്ങൾക്കകത്ത് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും മൈൻഡ് റിലാക്സ് ആക്കിയിട്ടാണ് വീട്ടിലേക്ക് പോവാറ്. അങ്ങനെ ഞാൻ ഇന്ന് ഞങ്ങളുടെ ടൗണിൽ ഇങ്ങനെ ഇരുന്നപ്പം ടൗൺ ഇങ്ങനെ വളരെ എന്താ പറയുന്നത്, വിജനമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ സാധാരണ കാണാറില്ല, എപ്പോഴും ആൾക്കാരൊക്കെ കാണുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ടൗണിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ അതിനൊത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഇവിടെ പ്രൈവസിക്ക് ഭയങ്കരമായിട്ടും ഒത്തിരി സ്ട്രിക്റ്റാണ്. നമ്മുടെ വീഡിയോയിൽ ഈ രാജ്യക്കാരോ അല്ലെങ്കിൽ പുറത്തുള്ളവരോ കാണാൻ പാടില്ല എന്നുള്ള റൂള് ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള ഒരു റൂളാണ്. അപ്പോൾ ഇന്നിങ്ങനെ വിജനമായിട്ട് കിടന്ന കാരണം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഈ ടൗണൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നിങ്ങളെ ആദ്യമായിട്ട് ഒരു ചെറിയ കുരിശ് കാണിക്കുവാണ്. ഇത് നമ്മുടെ നാട്ടിലെ കുരിശൻ തൊട്ടിയൊക്കെ പോലത്തെ ഒരു സ്ഥലമാണ്. എത്ര നീറ്റാണെന്ന് നോക്കണേ. ഒരു ഇലയോ ബോട്ടിലോ ഒന്നുമില്ലാതെ ഇവർ ഈ നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇവരെടുക്കുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മൾ എന്നാ പറയുന്നത്, ഇവരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇപ്പം നമ്മുടെ രാജ്യക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ സിഗരറ്റ് വലിച്ചിട്ട് കുറ്റിയിടുക, അതുപോലെ ചിലർ മുറുക്കുന്ന ആൾക്കാരും മുറുക്കിയിട്ട് തുപ്പുക, ഇങ്ങനെ ഈ രാജ്യത്തെ സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഈ രാജ്യക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരോട് ഇത്ര ദേഷ്യം. കാരണം നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ എത്ര ക്ലീൻ ആൻഡ് നീറ്റാണെന്ന് നോക്കിക്കേ. ഒരു വേസ്റ്റോ ഒരു കുപ്പിയോ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ഇല പോലും വീണ് കിടക്കുന്നില്ല. ഇതിങ്ങനെയല്ല. ഇപ്പം സമയം ഇവിടെ രാത്രി 8:30. ഇവിടെ എല്ലാ കടകളും ഷോപ്പുകളൊക്കെ വൈകിട്ട് 5:30-6 മണിയോട് കൂടി അടയ്ക്കും. ഇത് കണ്ടോ, ഇവിടെ ഒരു സ്തൂപമുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ HSBC ബാങ്കിൻ്റെ ഫ്രണ്ട് വശം. ഇതാണ് ഇവിടുത്തെ HSBC ബാങ്ക്. അപ്പം ഈ ഒരു ശില്പം ഞാൻ നിങ്ങളെ കാണിക്കാം. അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഇതാരാന്നല്ലേ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇദ്ദേഹം 1804 ജനിച്ച് 1881 മരിച്ച ഒരു വ്യക്തിയാണ്. 1868-69 1875-80 ഇദ്ദേഹം ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ 1881 മരിച്ച ഒരാളുടെ സ്തൂപമാണ് ഈ നിൽക്കുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ അത്രമാത്രം അവരതിന് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടാണ്. പിന്നെ ഇതൊരു 4 കൂടിയ ജംഗ്ഷനാണ്. 4 വശത്തേക്കും ഇത് വഴികൾ പോകുന്നുണ്ട്, വണ്ടികൾ പോകുന്നുണ്ട്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുള്ള ചെറിയൊരു ടൗൺ എന്ന് പറയാം. ഇതുണ്ടോ ഈ പൂക്കൾ വെച്ചിരിക്കുന്നത്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. എന്ത് രസമല്ലേ ഇത് കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഈ UK ഒരു ഹൈലൈറ്റ്. എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ അവരുടെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതൊക്കെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയാണ്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു പള്ളിയുടെ കുരിശുരൂപം കാണാം. ഞാൻ ഈ പള്ളി മാത്രമായിട്ട് പിന്നീട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ പാലായിലുള്ള കുരിശുപള്ളിയൊക്കെ പോലെ വളരെ ഇതായിട്ടുള്ളൊരു പള്ളിയാണ്. ഇത് ഏകദേശം 1847 ബിൽഡ് ചെയ്തതാണ്. അതുപോലെ ഈ പൂക്കൾ അലങ്കരിച്ചിരിക്കുന്നത് ഒക്കെ. അപ്പം ഈ രാജ്യം വളരെ ഇതായിട്ടുള്ള അവരതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ റെസ്പോൺസിബിലിറ്റിയെ നമ്മളും അതിനോട് സഹകരിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്ലാറ്റിലെത്തി. ഫ്ലാറ്റ് നമ്പർ 32 ആണെന്നാണ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ വീണ്ടും കാണാം. ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.